ടു മൈ ചാനൽ V3 ഫാഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് ഒരു കേരള സ്റ്റൈൽ സിമ്പിൾ ബേബിൾ ഫ്രോക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലൂടെ കിടക്കാം. ഞാൻ ഇപ്പോൾ ലൈനിങ് ഇതേമാതിരി 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. പിന്നെ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം 4 ഇഞ്ച്, അത് മാർക്ക് ചെയ്യുക. നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 1/4 5 ഇഞ്ച് വരും, പ്ലസ് 1.5 ഇഞ്ച് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അരവണ്ണം 20 ഇഞ്ച്, സെയിം 1/4 5 പ്ലസ് 1.5 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ലൈനിങ് വെച്ചിട്ട് നമ്മുടെ യോക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സ്കേർട്ട് താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് 14 ഇഞ്ചിൻ്റെ ആവശ്യം മതി. 1/2 ഇഞ്ച് മേളിൽ യോക്ക് പീസിലോട്ട് ജോയിൻ ചെയ്യാനും താഴെ നമ്മൾ പൈപ്പിങ്ങിന് കൊടുക്കുക ഭാഗം 1/2 ഇഞ്ച്, അങ്ങനെ 15 ഇഞ്ച് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്ത് എടുക്കാം. നിങ്ങൾക്ക് എന്തോരം ഫ്ലീറ്റ് വേണോ അതനുസരിച്ച് എടുക്കാം. അതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്യാം. നമ്മുടെ യോക്ക് പീസ് നമുക്ക് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ഇഞ്ച് വിത്താണ്. കഴുത്തകലം 3 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ അളവിൽ ഒരു സ്ക്വയർ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ബാക്ക് പീസും ഞാൻ ഇതേമാതിരി ലൈനിങ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതേ 2 ഇഞ്ച് കഴുത്തകലം എടുത്തിട്ട് നമുക്ക് ബാക്കിൽ എന്തോരം ലെങ്ത് വേണോ അത്രയും മാർക്ക് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഓപ്പൺ ചെയ്ത പോർഷൻ ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്ത് അടിച്ചു കൊടുക്കാം. ഇതുപോലെ മറിച്ച് നമുക്ക് സിബ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുപോലെ ഈ സൈഡും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ടും ബാക്കും കൂടി ജോയിൻ ചെയ്യാം. ഞാൻ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ നെക്ക്. അതിനായിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്ത് അടിച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ച് 4 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ അടിച്ച് ഫുള്ളായിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതുപോലെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഈസി ആയിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതേപോലെ തുണി മറിച്ചിട്ടിട്ട് ഇത് ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട് മറിച്ച് കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ നെക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡ് സ്ലീവും നെക്കും പൈപ്പിംഗ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേമാതിരി അരയിൽ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ക്രോസ് ആയിട്ട് ഒരു പട്ട പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇതിവിടെ താഴ്ഭാഗം പതിച്ചെടുക്കും. അപ്പോൾ
അപ്പോൾ ഞാൻ അതേ ഇതുപോലെ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ, ക്രോസ് ആയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. അതിനായിട്ട് ഇതേമാതിരി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അരവണ്ണം എന്ന് പറഞ്ഞത് 5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്, കാരണം ബാക്കിൽ ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1/2 ഇഞ്ചോളം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മേളിലത്തെ വണ്ണം 20, അതിന് 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷൻ ഇതേമാതിരി മറിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ സെയിം മെഷർമെൻറ്റ് നമ്മുടെ രണ്ടാമത്തെ സൈഡിലും കിട്ടുന്നതാണ്. അങ്ങനെ 2 സൈഡും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതേമാതിരി 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേമാതിരി രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതേമാതിരി സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ആ പീസ് ഇതേമാതിരി അടിച്ചിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി ഒരു 1/2 ഇഞ്ചോളം മേളിലായിട്ട് വേണം നമുക്ക് ഈ ബെൽറ്റ് വെക്കണമെങ്കിൽ, കാരണം താഴെയുള്ള 1/2 ഇഞ്ച് നമുക്ക് താഴത്തെ പോർഷനിലോട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാർക്കിങ്ങിലൂടെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതേ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതേമാതിരി ഉള്ളിൽ വെച്ച് ബെൽറ്റ് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബോട്ടം പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം സൈസാണോ വേണ്ടത് പ്ലീറ്റ്സിന്, അതനുസരിച്ച് പ്ലീറ്റ്സ് ഇതേമാതിരി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതേമാതിരി നീളത്തിൽ ഒരു 1.5 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താഴേൽ നമ്മൾ നെക്ക് ചെയ്ത പോലെ തന്നെ അടിച്ച് ഫ്രണ്ടിലോട്ട് മറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിത് മുഴുവനായിട്ടും ഫ്രണ്ടിലോട്ട് മറിച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ സൈഡ് ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ പട്ടയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് താഴ്ഭാഗം, എന്നിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് ഞാൻ ഇതേമാതിരി പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ പിടിച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോക്കുമായിട്ട് ഇത് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ സെൻട്രൽ പോർഷൻ പിടിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബ് പിടിപ്പിക്കാനായിട്ട് ഇതേമാതിരി കറക്റ്റ് ലെവലിൽ പിടിക്കുക. അതിനുശേഷം അരഭാഗത്തുനിന്ന് ഏകദേശം ഒരു 1.5-2 ഇഞ്ച് താഴെയിലോട്ട് പിടിച്ചിട്ട് നമുക്ക് താഴത്തെ എല്ലാ പീസസും കൂടി ഒരുമിച്ച് ഒരു 3/4 ഇഞ്ച് വീതിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിബ് പിടിപ്പിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ സിബ് പിടിപ്പിച്ചതോടുകൂടി നമ്മുടെ ഈ ഡ്രസ്സ് റെഡി ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ ഗ്രീൻ കളറിലെ പൈപ്പിംഗ് ഒക്കെ നെക്കിലും സ്ലീവിലും കൊടുത്ത് ഇവിടെ ഒരു ബോ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബീഡൊക്കെ കൊടുത്ത് ഒരു ഹാങ്ങിങ് ഒക്കെ വെച്ച് ബീഡിങ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും ഇഷ്ടപ്പെട്ട് കാണുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനായും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.